ഇപ്പോഴും കന്യാസ്ത്രീകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ ആശ്വാസകരമായിട്ടൊരു സംഭവം വന്നിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പാമ്പ്ലാനി പിതാവ് പറയുന്നത് അമിത്ഷാ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ്? ഞാനൊരു വ്യക്തി ഏതെങ്കിലും പറഞ്ഞ അഭിപ്രായത്തോട് അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. സഭയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ സഭാധ്യക്ഷന്മാർ, ഇപ്പോൾ KCBC ആണെങ്കിൽ KCBCയുടെ അധ്യക്ഷൻ അഭിമന്യ ക്ലിമിസ് പിതാവ്, സിറോ മലബാർ സഭയാണ്, സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ അഭിമന്യ റാഫേൽ പിതാവ് വ്യക്തമായിട്ട് പ്രകടമാകും. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അനുകൂലിക്കാനോ ഞാൻ തയ്യാറല്ല. ഇയാൾക്കുടെ രൂപതയും തയ്യാറല്ല. ഇയാൾക്കുടെ രൂപതയുടെ പൊസിഷൻ വളരെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിച്ചതിലുണ്ട്. പിന്നെ സഭയുടെ പൊതുവായിട്ടുള്ള നിലപാട് സഭയുടെ തലവന്മാർ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇനിയും സൂചിപ്പിക്കും. ഈ വിഷയത്തിൽ ഇതുവരേക്കും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അത് താങ്കൾ സംതൃപ്തനാണോ? അതായത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, അതായത് TT അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു വ്യക്തിയെക്കുറിച്ച് സംശയം തോന്നിയാൽ തീവ്രവാദ സംഘടനകളെ അല്ല വിളിക്കേണ്ടത്, മറിച്ച് ആവശ്യമെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് പോലീസിൻ്റെ സഹായത്തോടുകൂടെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തീവ്രവാദ സംഘടനകളെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ കൊണ്ട് കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിലേക്കോ ഒന്നും വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതിൽ ആ സഹായിച്ച എല്ലാവരെയും അവരെയൊക്കെ നമുക്ക് ജനങ്ങൾക്കറിയാം. അതിപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഇന്ന സംഘടന ചെയ്തു, ഇന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല. സാധാരണ ജനങ്ങൾക്കറിയാം. മാധ്യമങ്ങളൊക്കെ അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ചിത്രീകരിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു തിരിച്ചറിവ് സഭയ്ക്കുണ്ട്. അതുപോലെ നമ്മുടെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ഇവിടുത്തെ MP ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിഷയത്തിൽ. ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിരുന്ന MP ആയിട്ട്? നമ്മുടെ കൂടി MP ആണ്. ഞാൻ ഇവിടെ സ്ഥലത്ത് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതൊരു സഭയെ ഒരു വോട്ട് ബാങ്കായി കണക്കാക്കിയിട്ട് തൃശ്ശൂരിലൊക്കെ ഇങ്ങനെ പല രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ സ്ഥിരമായി നടക്കും. ഇലക്ഷനുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിന് പുറകെ ഒന്നായിട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് ഇത്ര കണ്ടാൽ മതി. അതായത് ഇലക്ഷനൊക്കെ അടുത്തു, ഇനിയിപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻസ് വരും, കോർപ്പറേഷൻ ഇലക്ഷൻസ് വരുന്നു, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിയമസഭാ ഇലക്ഷൻസ് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പാർട്ടികളും സഭയെ ഒരു വോട്ട് ബാങ്കായിട്ട് തങ്ങളുടേതായിട്ട് മാറ്റുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയും തുടരും. ഞാൻ ചോദിക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഛത്തീസ്ഗഡിൽ അവിടെ BJP ആണ് ഭരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ അതേസമയം തന്നെ ആ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് BJP നേതൃത്വം സഭയെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലൊരു വൈരുദ്ധ്യമില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷികളോടും അല്ലെങ്കിൽ സഭ വിധേയപ്പെടുന്നില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിലയിരുത്തിക്കൊണ്ടാണ് സഭ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന പാർട്ടിയുടെ വോട്ട് ബാങ്കാണ് സഭ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഒരു വിധത്തിലും ആഗ്രഹിക്കുന്നില്ല, ഇനിയും അത് പറയുകയില്ല.